നമസ്കാരം, ഞാൻ ഡോക്ടർ സാജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാജി ടോക്സിലേക്ക് സ്വാഗതം. പനി പടരുന്നു. ആശങ്കയിലാണ് നല്ലൊരു വിഭാഗം ജനവും. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് പനി കാരണമുള്ള മരണനിരക്ക് കൂടുന്നു. മുൻപൊക്കെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ തുളസി കഷായമോ അല്ലെങ്കിൽ ചിലർ നാട്ടുവൈദ്യം കാര്യങ്ങളൊക്കെ വെച്ച് പരിഹരിക്കാൻ കഴിയുമായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഏത് പനിയാണ് എന്ത് പനിയാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ നീണ്ടു നിൽക്കുന്ന പനി ഒരു വളരെ ഗുരുതരമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നു. ഒടുവിൽ മരണത്തിൽ കൊണ്ട് കലാശിക്കുന്നു. അപ്പോൾ ഈ പനിയെക്കുറിച്ച് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വ്യത്യസ്തമായ പനികളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. സർവ്വസാധാരണമായി നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടുവരുന്ന പനി ഒന്ന് ഡെങ്കി പനിയാണ്. ഈ സീസണിൽ പ്രത്യേകിച്ചും ഡെങ്കി നമുക്ക് വളരെ കൂടുതലായി പലയിടത്തും കണ്ടുവരുന്നു. ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടായിരിക്കാം പെട്ടെന്നുള്ള ചൂട്, പെട്ടെന്നുള്ള മഴ പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഈ പറയുന്ന രോഗാണു വ്യാപനത്തെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ ഒരു സത്യം. എന്തു തന്നെയാലും നമുക്ക് ഡെങ്കിപ്പനിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അറിയാം ഏഡീസ് കൊതുക് കൊണ്ടാണ് ഡെങ്കിപ്പനി ഉണ്ടാകുന്നതെന്നും ഇവ പരത്തുന്നതെന്നും നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെയും സാധാരണ ലക്ഷണം സാധാരണ പനി പോലെ തന്നെ തുടങ്ങുന്നു. അതിനോടൊപ്പം ചുമ, ശരീരവേദന കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും പനി നീണ്ടു നിൽക്കുന്നു. വ്യക്തമായി കുറച്ചുകൂടെ ആധികാരികമായി പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന പനി, എല്ല് നുറുങ്ങുന്ന തരത്തിലുള്ള പേശിവേദന, അതികഠിനമായ ശരീരവേദന, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, തലവേദന, തലക്കനം, ചില ആൾക്കാരിൽ ശരീരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചെറിയ ചുവന്ന എറപ്ഷൻസ്, അതായത് ചുവന്ന തരത്തിലുള്ള സ്കിന്നിൽ കാണുന്ന ചില തടുപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം കാര്യങ്ങൾ കണ്ടുവരുന്നു. ശക്തമായ ശരീരവേദന അല്ലെങ്കിൽ എല്ലുവേദനയൊക്കെ ഉള്ളത് കൊണ്ടാവണം ഇതിന് ബ്രേക്ക് ബോൺ ഫീവർ എന്നുള്ള രീതിക്കും അറിയപ്പെടുന്നു. അപ്പോൾ ഡെങ്കി കണ്ണുകൾക്ക് ഭയങ്കരമായ വേദന ഉണ്ടാക്കും, തലവേദന ഉണ്ടാക്കും. എങ്കിൽ പോലും പേശിവേദന വളരെ അസഹനീയമായിരിക്കും. ഇത് അപൂർവം ചില ആൾക്കാരിലെങ്കിലും ഇത് നമ്മുടെ കൈവിട്ടു പോകാറുണ്ട്. ഈ അവസ്ഥയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ പ്ലേറ്റ്ലെസ്സുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ഗുരുതരമായി വളരെ കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 1-2 ദിവസങ്ങളിലെങ്കിലും പ്ലേറ്റ്ലെസ് കൗണ്ട്, നമുക്കറിയാം രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്, രക്തത്തിലുള്ള ഒരു ഘടകമാണ് പ്ലേറ്റ്ലെസ്. ആ പ്ലേറ്റ്ലെസ്സിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലീഡിങ് എന്നുള്ള ഒരു അവസ്ഥയുണ്ടാക്കും. അപ്പോൾ നമുക്ക് ഡെങ്കുപ്പനിയുടേതായ ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവാം. ഇവിടെയും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ ആശങ്കപ്പെടേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീണ്ടു നിൽക്കുന്ന പനിയോടൊപ്പം ഒരു പക്ഷേ ഈ നമ്മളെ ദേഹത്തുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുവന്ന പാടുകളോ അല്ലെങ്കിൽ തണലുകളോ ഒക്കെ ആ തടുപ്പുകളിൽ നിന്ന് ഒരു പക്ഷേ ബ്ലീഡിങ് വരിക, ചുമച്ച് കഫം തുപ്പുന്നതിൽ രക്തം കാണുക, അല്ലെങ്കിൽ വിസർജ്യങ്ങളിൽ രക്തത്തിൻ്റെ അംശം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വളരെ ജാഗരൂകരായിരിക്കേണ്ടതാണ്. അത് എത്രയും വേഗം നമ്മൾ പ്ലേറ്റ്ലെസ് ഇപ്പോൾ പ്ലേറ്റ്ലെസിൻ്റെ കൗണ്ട് വളരെ കുറവാണ് എങ്കിൽ തീർച്ചയായും അത് ഒരുപക്ഷെ ഒരു തുടക്കത്തിൽ പൊതുവെ എല്ലാ തരത്തിലുള്ള വൈറൽ പനികൾക്കും പ്ലേറ്റ്ലെസ് കൗണ്ട് ഒന്ന് കുറയാം. അതൊരു 50,000 1,00,000 കുറഞ്ഞു എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട കാര്യമില്ല. 1,00,000 വരെ കെയർ പ്രശ്നമൊന്നുമില്ല. അതിൽ ക്രമാതീതമായി ഡ്രാസ്റ്റിക്കായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളിൽ രക്തം കാണുക, തടുപ്പുകളിൽ നിന്ന് രക്തം വരികയും വിസർജ്യങ്ങളിൽ ഒക്കെ രക്തം കാണുകയും ചെയ്താൽ അത് വളരെ ഉടൻ തന്നെ അത് വൈദ്യസഹായം എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് ഹെമറേജിക് ഫീവർ എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിക്കുന്നു. അങ്ങനെ ഹെമറേജിക് ഫീവർ വന്നു കഴിഞ്ഞാൽ രക്തനഷ്ടം കൂടുതലായി സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബ്ലഡിൽ പ്ലാസ്മയുടെ അളവെല്ലാം കുറഞ്ഞ ഇത് വന്ന് ഡെങ്കി ഷോക്ക്, ഹെമറേജിക് ഷോക്ക് എന്നൊരവസ്ഥയിലും ആ ഷോക്കിൽ നിന്ന് അത് ഇത് കഴിഞ്ഞാൽ അത് മരണത്തിലോട്ട് കൊണ്ടെത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇത് ഡെങ്കിപ്പനി. പക്ഷേ വ്യക്തമായി പറഞ്ഞാൽ ഇതിനൊക്കെ നല്ല രീതിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ന് പല വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിലും നിലവിൽ അലോപ്പതിയിലും എല്ലാ
ഉം, ഡെങ്കിക്ക് തീർച്ചയായും നല്ല രീതിക്കുള്ള ചികിത്സകളുണ്ട്. ആരൊക്കെയാണ് പക്ഷേ അത് കൂടുതലായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൊച്ചുകുട്ടികളിൽ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന പനി, അതോടൊപ്പം തന്നെ പ്രായമുള്ള മുതിർന്നവരിൽ ഒരു പക്ഷേ അനുബന്ധമായ മറ്റ് രോഗങ്ങളുള്ളവർ, ഒരുപക്ഷെ ബ്ലഡ് പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുക, BP ഉള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, ക്യാൻസർ, മറ്റനുബന്ധ രോഗങ്ങൾ, ഹൃദ്രോഗമുള്ളവർക്കൊക്കെ അടിയന്തരമായ വൈദ്യസഹായം തേടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് എലിപ്പനിയുടെ കാര്യത്തിലും. എലിപ്പനിയും ഏതാണ്ട് സമാനമായ രീതിക്ക് നമുക്കറിയാം. നല്ല രീതിക്കുള്ള പനി, തലവേദന, പേശിവേദന, മിക്കവാറുമുള്ള ഇതിനൊക്കെ തന്നെ ലക്ഷണങ്ങൾ ഒരുപോലെ തന്നെ ആയിരിക്കും തുടങ്ങുമെങ്കിലും നമ്മളത് പിന്നെ മാത്രമേ നമുക്കത് വേർതിരിച്ച് പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 1, 2, 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ സ്വയം ചികിത്സ പാടില്ല എന്നുള്ളതാണ്. ഒരു 2 ദിവസം മാക്സിമം എന്നേ പറയാനുള്ളൂ. അപ്പോൾ പേശിവേദന, പിന്നെ കണ്ണുകളിൽ ഡിസ്കളറേഷൻ, മഞ്ഞനോവിന് സമാനമായ രീതിക്കുള്ള ചില ലക്ഷണങ്ങൾ, കണ്ണുകളിൽ ഒരു നല്ല ചുവപ്പ് നിറമോ അല്ല അതുപോലെ തന്നെ അത്തരം നിറം, അതുപോലെ ഡെങ്കിക്ക് കണ്ണിൻ്റെ പുറകിലും പിന്നിലുമാണ് വേദനയെങ്കിൽ ഇത് പേശികളിൽ, പ്രത്യേകിച്ച് കാലിലെ മസിലുകൾക്ക് കൂടുതലായി വേദന അനുഭവപ്പെടും. നമ്മളെ എലിപ്പനിക്ക് ആരൊക്കെ ഇതും മറ്റനുബന്ധ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ടതായ പ്രധാന ഒരു വിഷയമാണ്. മഞ്ഞപ്പിത്തത്തിന് സമാനമായ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഒരു തകരാറിലോട്ട് കൊണ്ടെത്തിക്കും. അതും വളരെ മാരകമായ നമുക്കറിയാം. ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുബന്ധ രോഗമുള്ളവർ ഒന്ന്, രണ്ടാമത് കരൾ രോഗമുള്ളവർ പ്രത്യേകിച്ചിട്ട്, മൂന്നാമത് നമ്മൾ എന്താണ് ഈ മലിനമായ ജലത്തിൽ നിന്നുകൊണ്ട് ജോലിയിൽ ഏർപ്പെടുന്നവർ, പ്രത്യേകിച്ച് പനി വരുമ്പോൾ വളരെ ജാഗരൂകരായിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ രോഗം ബാധിച്ച എലികളുടെ മൂത്രത്തിൽ നിന്നും ഈ മലിനജലത്തിൽ കാണുന്ന മൂത്രത്തിൽ നിന്നുമാണ് ഈ പറയുന്നതിൻ്റെ വൈറസ് കാര്യങ്ങൾ നമ്മളെ ഇതാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വീൽസ് ഡിസീസ് എന്നാണ് സാധാരണ പറയാറുള്ളത് ചിലത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാലും എലിപ്പനിയുണ്ട്. എലിപ്പനിക്കും ഈ പനിക്കും ഒക്കെ ഡെങ്കിപ്പനിക്ക് പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, നല്ല വിശ്രമം വേണ്ടി വരുന്നു. അതിനോടൊപ്പം നമ്മൾ പനി നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതുപോലെ ഡെങ്കിപ്പനി, ഡെങ്കി ഹെമറേജിക് പനി, എലിപ്പനി പോലെ തന്നെ ഇന്നിപ്പോൾ പ്രധാനമായി പറയാനുള്ളത്, ഇപ്പോൾ ഈ ജൂലൈ മാസം ഈ സമയത്ത് വളരെയധികം നീണ്ടു നിൽക്കുന്ന പനി പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. ഇത് ഇപ്പോൾ ഉള്ളത് മിക്കവാറുള്ള ഇൻഫ്ലുവൻസ എന്നാണ്, ഫ്ലൂ തരത്തിലുള്ള ഒരു പനിയാണ്. ഇവിടെ പനിയും സാധാരണ ജലദോഷം വന്ന് പനി വരുന്നതിന് ഉപരിയായി ഇപ്പോൾ ഉള്ള ഒരു പനി നമ്മൾ സാധാരണ കാരണം പെട്ടെന്ന് തന്നെ ജലദോഷം വരിക, പെട്ടെന്ന് തന്നെ പനി വരിക, അതിനോടൊപ്പം തന്നെ ശരീരവേദന, ഞാൻ നേരത്തെ പറഞ്ഞുള്ള പേശിവേദന, തുടക്കത്തിൽ തൊണ്ടവേദനയും ചുമയും ഉണ്ടാകാം. അത് അതിൻ്റെ കൂടെ അനുബന്ധമായ ലക്ഷണങ്ങൾ മൂക്കൊലിപ്പ്, തുമ്മലെല്ലാം വരാം. ഇൻഫ്ലുവൻസയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അത് ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ H1N1 എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ B എന്ന് പറയുന്ന തരത്തിലുള്ള വൈറസുകൾ കൊണ്ട് ഇപ്പം പടരുന്നതാണ് ഇപ്പോഴത്തെ പനി. ഈ പനിയും നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 ദിവസം വരെ ഈ പനി നിൽക്കാനുള്ള പ്രവണത കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസയ്ക്ക് ഒരിക്കലും ആൻറ്റിബയോട്ടിക് ഫലപ്രദമല്ല. ആൻറ്റിബയോട്ടിക് ഏതെങ്കിലും നേരത്തെ ഉള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് പനിക്കുള്ള മരുന്നും കഴിച്ചിട്ട് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിക്കാമെന്നുള്ള ഒരു ധാരണയാണെങ്കിൽ തീർച്ചയായും അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. പക്ഷേ എന്നാൽ അലോപ്പതി ഉൾപ്പെടെയുള്ള വിവിധ വൈദ്യശാസ്ത്ര രംഗത്തിന് വേണ്ടിയുള്ള മരുന്നുകളുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ തീർച്ചയായും റെസ്റ്റ് എടുക്കണം, അതിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളത് പരമമായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഡെങ്കിപ്പനിയാണെങ്കിലും അത് ഞാൻ നേരത്തെ പറഞ്ഞു അതെങ്ങനെയാണ് നമ്മുടെ തരംതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം പനികൾക്കൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസ് ഉൾപ്പെടെ. അപ്പോൾ പനി പടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രാരംഭത്തിൽ തന്നെ പനി എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനോടൊപ്പം റെസ്റ്റ് ആവശ്യമായിട്ട് വരും. അതിന് പിന്നെ ശരീരം വീക്കായിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുക. തീർച്ചയായും ഇൻഫ്ലുവൻസ ഉള്ള വ്യക്തി പലപ്പോഴും രോഗികൾ തുമ്മുന്നതിൽ നിന്നും മറ്റുമൊക്കെയാണ് ചുമയ്ക്കുമ്പോഴുള്ള
അന്തരീക്ഷത്തിൽ പടരുന്ന വൈറസുകളിൽ നിന്നാണ് അത് കൂടുതലായി മറ്റൊരു ആൾക്കാരിൽ പടരുന്നത്. അതുകൊണ്ട് തന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ ഒരു തുവാല കൊണ്ട് മറച്ച് വയ്ക്കുകയോ മറച്ചിട്ട് തുമ്മുകയോ ഒക്കെ ചെയ്യുക. പിന്നെ കൈകൾ നല്ല ശുദ്ധമായ രീതിക്ക് കഴുകാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക. നമ്മൾ പലപ്പോഴും വൈറസ് നമ്മുടെ ഉള്ളിലോട്ട് എത്താതിരിക്കാൻ വേണ്ടി വീണ്ടും കോവിഡ് കാലത്ത് ഒരു പരിധിവരെ നമ്മളെ സഹായിച്ചിരുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന തരത്തിലുള്ള മാസ്കുകളുടെ വീണ്ടുമുള്ള ഉപയോഗം തീർച്ചയായും ഇത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ പടരാതിരിക്കുവാൻ സഹായിക്കുമെന്നുള്ളതാണ്. ഏത് തന്നെയാണെങ്കിലും സ്വയം ചികിത്സ നല്ലതല്ല. ഒരു ദിവസമോ 2 ദിവസത്തിനപ്പുറം പനി ഇങ്ങനെ കാരണം വച്ചുകൊണ്ടിരിക്കാതെ തന്നെ അടുത്തുള്ള ഡോക്ടറെ ആരാണെന്ന് വെച്ചാൽ കണ്ട് ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരുപക്ഷെ സാധാരണ ഇതിനിടയ്ക്ക് തന്നെ പനി വരുന്നു. പനി ഒരുപക്ഷെ വൈകുന്നേരങ്ങളിൽ രാത്രി പനി കൂടി വരുന്നത് അപൂർവം ചില കേസുകളിലെങ്കിലും ടൈഫോയിഡ് ഫീവർ ആയിരിക്കാം. ഇതിനും സമാനമായ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് പനി ഏതെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ തീർച്ചയായും ഇതെല്ലാം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നന്ദി, നമസ്കാരം. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.